പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിഷൻ പുറത്തുപോയി തിരികെ വന്നതിന് ശേഷം ആ ഒരു കാര്യം സുധാകരൻ മാഷിനോടും വീട്ടിലെല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ആ എസ് ഐ സാബു ഉണ്ടല്ലോ, അയാളെ ആരോ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ടു. അത് നമ്മുടെ വിക്രം ചെയ്ത പണിയാണെന്ന നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീജക്ക് ആകെ ഞെട്ടിലായിരുന്നു. അതെങ്ങനെ ശരിയാവും? അവൾ ചോദിച്ചു. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല എന്ന് ശ്രീജയോട് പറയാണ്. അന്നേരം കമലമ്മ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ഇപ്പോൾ എവിടെയോ ഒളിവിൽ പോയിരിക്കല്ലേ. ആ സമയത്ത് എങ്ങനെയാണ് എസ് ഐ സാബുവിനെ അവൻ നേരിടുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, മിക്കവാറും അത് അവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. അന്നേരം മാഷ് പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇവിടെ വന്ന് അയാൾ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയതായി. അതോടൊപ്പം തന്നെ എന്നെയും വിനായകനെയും വിശ്വത്തിനെയും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും വിനായകനെ അവിടെ വെച്ച് തല്ലിയ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കാണും. അല്ലെങ്കിൽ അവൻ കുടുംബത്തോട് അത്രക്കധികം സ്നേഹമുള്ളവനായതുകൊണ്ടായിരിക്കാം. അവനായിരിക്കാം മിക്കവാറും ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നന്ദിനി അത്ഭുതത്തോടു കൂടി തന്നെ മാഷിനെ എങ്ങനെ നോക്കുകയാണ്. കാരണം നേരത്തെ മാഷ് കുറ്റപ്പെടുത്തിയതായിരുന്നല്ലോ വിക്രമിനെയൊക്കെ. ആ സമയം തന്നെ സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, ഒരു തെറ്റും ചെയ്യാതല്ലേ ഇവരൊക്കെ അവനെ ആക്രമിച്ചത്. അപ്പോ അവനായിട്ടുള്ള പണി കിട്ടണമെന്ന് തന്നെ മാഷ് പറയാണ്. ഇനി ഒരു കാരണവശാലും അവൻ ഇങ്ങനെ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയും. അന്നേരം കമലമ്മയും പറയുന്നത്, അത് ശരിയാണ് മാഷേ. കാരണം ഒരു തെറ്റും ചെയ്യാതെ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിയേ മതിയാവൂ. വിശ്വൻ പറയുന്നുണ്ട്, വിക്രം എന്താണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു. ഇത് ആരാ ചെയ്തതെന്നും അറിയില്ല. പക്ഷേ വിക്രമാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയായിരിക്കും. എനിക്കറിയാമായിരുന്നു അവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല എന്ന്. അവൻ എല്ലാവരേക്കാളും കൂടുതലായിട്ട് അവന്റെ കുടുംബത്തെ അത്രക്കധികം സ്നേഹിക്കുന്നുണ്ട്, തന്നേക്കാൾ കൂടുതലായിട്ട്. കാരണം കുടുംബത്തിലുള്ളവർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. ആ സമയത്തിന് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അതെടാ അതെനിക്കറിയാം. അവൻ എവിടെയാണെങ്കിലും അവൻ സേഫായിട്ട് ഇരുന്നാൽ മതി. അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനൊന്നും പോവില്ല. ആരെയും കൊല്ലാനും അവന് പറ്റില്ല. ഇതിനകത്ത് ആരോ ശരിക്കും കിടന്ന് കളിക്കുന്നുണ്ട്. അന്നേരം നന്ദിനി പറഞ്ഞത്, ഇനിയിപ്പോ ആ എസ് ഐ സാബുവിനെ തല്ലിച്ചതച്ചിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാവാൻ പോകുന്നത്. കൂരുമ്മൽ കൂരു എന്ന് പറയുന്നത് പോലെ. ദേ വിനേട്ടൻ നിന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനിയിപ്പോ ഇതിന്റെ അന്വേഷണമായിട്ട് വന്നിട്ട് അടുത്ത പോലീസുകാർ വന്നിട്ട് വിനേട്ടനെ തല്ലിച്ചതുക്കോ എന്നൊക്കെ പറയും. വിനായകൻ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി? അല്ല, നീ ഒന്നും മിണ്ടാതിരുന്ന് മനുഷ്യൻ ഇച്ചിരി ഒരു സമാധാനം തായെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് വിനായകൻ. അപ്പോഴേക്കും കമലമ്മ മാഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് മാഷേ, അവൻ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അവൻ നിരപരാധിയാണെന്ന സത്യം ലോകം മുഴുവൻ അറിയും. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാതെയല്ലേ ഇപ്പോ അവൻ എങ്ങനെ അനുഭവിക്കുന്നത്? മാഷി പറയുന്നത്, അതൊക്കെ എനിക്കറിയാം കമലേ. അത് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഇനി ഞാൻ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തില്ല. കാരണം അവൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. അവനിപ്പോ നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇടിക്കാനുള്ള ഒരു അധികാരവും ഈ പറയുന്ന എസ് ഐ സാബുവിന് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും അയാൾ കൈ പൊക്കി എൻ്റെ നേർക്കും വിശ്വത്തിന്റെ നേർക്കും വിനായകന്റെ നേർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ചു. അതൊന്നും അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറയും. പിന്നീട് മാഷങ്ങ് അകത്തേക്ക് സങ്കടത്തോടെ കയറി പോവാണ്. ആ സമയം ശ്രീജ ചോദിക്കുന്നുണ്ട്, വിശ്വേട്ടാ ഇനിയിപ്പോ വിക്രമിനെ എങ്ങാനും പോലീസുകാർ പിടികൂടുമോ എന്ന്. അവൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പിടികൂടാനൊന്നും പറ്റില്ല. അവനെ ഒന്നും പിടിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ പറയും. അവൻ എവിടെയോ ആരുടെയോ കയ്യിൽ നന്നായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ എസ് ഐ സാബുവിനെ പോലുള്ളൊരുത്തനെ വന്നിട്ട് അടിച്ചൊതുക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോവത്തില്ലല്ലോ. അല്ലെങ്കിലും അവൻ ചങ്കൂറ്റമുള്ളവനാണ് എന്നൊക്കെ പറയും. ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് പറയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറിപ്പോവും. ആ സമയത്തിന് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ഇന്ന് സംസാരിക്കുന്നതാ കാണിക്കുന്നത്. ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ അയാളെ കണ്ടിട്ട്, ആ എസ് ഐ സാബുവിനെ കണ്ടിട്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന്? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. അയാൾ എന്തിനെയോ ഭയക്കുന്നുണ്ട്. അയാൾ അതാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാത്തത്. ഒരു പക്ഷേ വിക്രം അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇനിയിപ്പോ ഈ പറയുന്ന എസ് ഐ സാബുവിനെ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ അച്ഛാ. അത് ശരിയാ, അവനെ കൊണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആ ഡോക്ടർ പറയുന്നത് കേട്ടു, അവന്റെ കുതിക്കാൽ വെട്ടിയിരിക്കുകയാണെന്ന്. അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അവൻ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. സർവീസിൽ കയറി ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇനിയിപ്പോ അവനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് തുറപ്പിച്ചിട്ട് ആ വാസവനാണ്. വാസവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചാൽ മാത്രമേ നമുക്കിനി കാര്യമുള്ളൂ. അയാളുടെ മനസ്സിൽ ഒന്നുകൂടി ചൂട് പിടിപ്പിക്കണം. കാരണം എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ പിടികൂടണമെങ്കിൽ വാസവന്റെ സഹായം ഉണ്ടായാൽ മതിയായിരിക്കും. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടിയിട്ട് വാസവനെ കാണാനായിട്ട് ചെല്ലാണ്.
വാസവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. SI സാബുവിനെ കിട്ടിയതൊക്കെ കേട്ടപ്പോൾ വാസവൻ പറയുന്നുണ്ട്, അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഇരിക്കില്ല. സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്ക്. എന്റെ ഗുണ്ടകളുണ്ടല്ലോ, ഞാൻ അവരെ ഇറക്കിക്കോളാം. അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ എന്ന്. ആ SI സാബുവിനെ അവൻ ഇടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ട്. ഇനി അയാൾക്ക് ഈ ജന്മത്തിൽ പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസവൻ പറഞ്ഞു, അവന്റെ അഭ്യാസവും പടവും ഒക്കെ തീർന്നു തന്നെയാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടും. അന്ന് കിട്ടിയപ്പോൾ അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്റെ മോനെ ഇല്ലാതാക്കിയവനെ ഞാൻ ഏതായാലും വെറുതെ വിടില്ല. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവനെ വെറുതെ വിടരുത്. കാരണം നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നതല്ലേ അവന്. ശ്രീകാന്ത് കൂടെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ സംസാരിച്ചിട്ട് വരുണും ദീപ്തിയുമായിട്ടുള്ള ആ ഒരു വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ കരുതിയതായിരുന്നു. ആ സമയത്തല്ലേ വാസവൻ സാറേ ഇങ്ങനൊരു ദുരന്തമുണ്ടായത്. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ സാറേ. സാറിനെ കൊണ്ട് പറ്റുന്നതൊക്കെ സാറ് ചെയ്യാം. വാസവൻ പറയുന്നത്, ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഉറപ്പായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ അവനെ ഞാൻ പൂട്ടിയിരിക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവനെ പൂട്ടിയിരിക്കുമെന്നൊക്കെ പറയാണ് വാസവൻ. ഈ സമയത്തന്നെ വേദ വിക്രമിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമിനോട് പറയുന്നുണ്ട്, അല്ല, കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ മാറണ്ടേ. പക്ഷേ വിക്രമിന്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. വേദ പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വിക്രം ചോദിക്കുന്നുണ്ട്, ഒറ്റക്കാണോ എന്ന്. അതെ, പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയും. പോകുമ്പോൾ കഥക് പുറത്തുനിന്ന് പൂട്ടിക്കോളാം, അതുകൊണ്ട് ആരും അകത്തേക്ക് കയറി വരില്ല എന്നൊക്കെ പറയും. അങ്ങനെ വേദ കഥക്കൊക്കെ പുറത്തുനിന്ന് പൂട്ടിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ആ സമയത്തിന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയെ നോക്കിയിട്ട് അവൻ ആലോചിച്ചു, ഇവൾ എങ്ങോട്ടേക്കായി പോകുന്നത്? ഇവളെ ഒന്ന് വാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അവൾക്ക് എങ്ങാനും സംശയം തോന്നിയാൽ തീർന്നു. പിന്നീട് വേദ അവിടെ നിന്ന് നേരെ പോയത് ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്കാണ്. ശ്രീകാന്ത് അവിടെ പതുങ്ങി നിന്നു. ഇവൾ കടയിലേക്കാണല്ലോ കയറുന്നത്. ഓ, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനായിരിക്കുമെന്ന് അവൻ കരുതി. താൻ സംശയിച്ചതുപോലെ തന്നെ വിക്രമിനെ കാണാനൊന്നുമല്ല ഇവൾ പോയിരിക്കുന്നത്. പിന്നീട് ശ്രീകാന്ത് തിരികെ ഓഫീസിലേക്ക് പോയി. വേദ വിക്രത്തിനിടാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. വിക്രം മുറിയിലുണ്ട്. അധിക സമയം അവനെ അവിടെ ഒറ്റയ്ക്കിരുത്താനൊന്നും പറ്റില്ല. ഉച്ചക്ക് ആഹാരം കൊടുക്കണം. വേദ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ദേ, വിക്രമിനിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇതിലുണ്ട്. വിക്രം ഒന്ന് ഫ്രഷ് ആവൂ എന്ന് പറയും. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന്. വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദ പറയും, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിക്രം എന്തിനെന്ന് ചോദിക്കാണ്. അല്ല, കുളിച്ച് ഡ്രസ്സൊക്കെ മാറേണ്ടേ? ഏയ്, അതൊന്നും വേണ്ട, ഞാൻ തനിയെ ചെയ്തോളാം എന്ന് പറയാണ് വിക്രം. പക്ഷേ വേദ സമ്മതിക്കുന്നില്ല. കാല് നനയാതെ നോക്കണം, സേഫ് ആയിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വേദ അവന്റെ കൈയും പിടിച്ച് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. വിക്രം പറയുന്നുണ്ട്, ഇനി ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും വേദ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വിക്രം ഡ്രസ്സൊക്കെ മാറി ആഹാരം കഴിക്കുമ്പോൾ വേദ തന്നെ നോക്കിയിരിക്കാണ്. പാവം, തനിക്ക് വേണ്ടിയിട്ട് ഇവൾ എങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. താൻ എങ്ങാനും പിടിക്കപ്പെട്ട അതോടെ തീർന്നു. തന്റെ കാര്യം മാത്രമല്ല അവളുടെ കാര്യം കഷ്ടത്തിലായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ വിക്രം ചിന്തിക്കാണ്. വിക്രം പറയുന്നുണ്ട്, വേദേ, നീ ഒരു കാര്യം ചെയ്യേ, ജോസഫിനെയോ രാജേട്ടനെയോ വിളിച്ചിട്ട് എന്നെ അവരോടൊപ്പം അയക്ക്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല. വേദ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ല വിക്രം. കാലിലെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യണം. വിക്രം ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. പിന്നെ ആ വാസവന്റെയോ പോലീസിന്റെയോ കയ്യിൽപ്പെട്ടാ പിന്നെ എല്ലാം തീർന്നു. സത്യങ്ങളൊക്കെ തെളിയിക്കണ്ടേ. വരുണിനെ കൊന്നത് വിക്രം അല്ല എന്ന സത്യം പുറത്തു വരണ്ടേ. വരണമെന്ന് തന്നെ വിക്രം പറയാണ്. എങ്കിൽ കുറച്ച് റിസ്ക് എടുത്തേ മതിയാവൂ എന്ന് വേദയും പറയും. അങ്ങനെ അന്ന് രാത്രിയായി. വേദ മുറിയിൽ തന്നെ ഇരിക്കാണ്. പത്മം ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, നീ എന്താ മോളെ എപ്പോഴും മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത്, താഴേക്ക് വാ എന്നൊക്കെ പറയും. പക്ഷേ വേദ മൈൻഡ് ചെയ്തില്ല. കാരണം താഴെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അവനെങ്ങാനും അകത്തേക്ക് കയറി വന്ന് വിക്രമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. രാത്രിയായപ്പോൾ വേദ ഭക്ഷണം കഴിച്ചു. പക്ഷേ വിക്രമിന് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് വേദ. എല്ലാവരും ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരുന്നു. പിന്നീട് അവൾ വിക്രമിന് കഞ്ഞിയുമായിട്ട് മുറിയിലേക്ക് വരികയാണ്. വേദ വിക്രമിന് കഞ്ഞി കോരി കൊടുക്കുകയായിരിക്കും. വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടായില്ലേ എന്ന്. എന്തിന്, ഇതൊക്കെ ചെയ്യുന്നതിനോ? ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറയാണ് വേദ. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിലേ ഒരു സന്തോഷമാവുള്ളൂ എന്നും പറയും. അതെ, ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും പറയും. എന്ത് മാറ്റം എന്ന് അവൻ ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടെന്നും അവൾ പറഞ്ഞിങ്ങനെ ചിരിക്കാണ്. സന്തോഷത്തോടു കൂടി തന്നെ അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ വേദ വിക്രമിന് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിന് ശങ്കരനാരായണാണെങ്കിൽ ഒട്ടും തന്നെ ഉറക്കമുണ്ടായിരുന്നില്ല. ഫയൽസ് ഒക്കെ പരിശോധിച്ചു നോക്കിയതിനു ശേഷം വേദയോട് കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചു കൊടുത്തിട്ട് ശങ്കരനാരായണൻ നേരെ മുകളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഇങ്ങനെ കഥകിൽ മുട്ടിയിട്ട് വേദ വിളിക്കുന്ന സമയത്തിന് വേദ ഞെട്ടിപ്പോയി. വിക്രമിനോട് വേഗം തന്നെ സ്റ്റോർ റൂമിലേക്ക് പോയിക്കോളാൻ പറയാണ് വേദ. കഞ്ഞിപ്പാത്രം കട്ടിലിനടിയിലേക്ക് മാറ്റി. ശങ്കരനാരായണൻ വീണ്ടും ഡോറ് മുട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, വേദ, നീ ഉറങ്ങിയോ എന്ന്.
വേദ പോയി കതക് തുറന്നു. എന്താ അച്ഛാ ഈ സമയത്ത് എന്ന് ചോദിക്കും. അല്ല, നീ എന്താ വിളിച്ചിട്ട് കേൾക്കാത്തത്, വാതിൽ എന്താ തുറക്കാത്തത് എന്ന് പറയുന്ന സമയത്ത് തന്നെ വേദ ഇങ്ങനെ പരുങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛാ, ഞാൻ ഒരു അർജന്റ് വർക്കിലായിരുന്നു എന്ന് പറയും. അപ്പോഴാണ് ശങ്കരനാരായണൻ ചുറ്റും നോക്കുന്നത്. അല്ല, നീ ആരോട് സംസാരിക്കുന്നത് കേട്ടല്ലോ? ഏയ്, ഞാനൊരു വീഡിയോ കണ്ടതാ അച്ഛാ. അല്ല, നിന്റെ സംസാരം പോലെ എനിക്ക് തോന്നിയതാ. ഏയ്, അത് അച്ഛന് തോന്നിയതായിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് അദ്ദേഹം കട്ടിലിനടിയിലിരിക്കുന്ന ആ ഒരു കഞ്ഞിപ്പാത്രം ശ്രദ്ധിക്കുന്നത്. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അദ്ദേഹം ചോദിച്ച ആ ഒരൊറ്റ ചോദ്യത്തോടു കൂടെ തന്നെ വേദ ആകെ പകച്ചു പോവാണ്. തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടോ എന്ന ചിന്തയിൽ അവൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുമായിരിക്കും. ശങ്കരനാരായണന്റെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ വേദിയുടെ ശ്വാസം ഒന്ന് നിലച്ചു. കട്ടിലിനടയിൽ പകുതിയും കുടിച്ചു തീർത്ത ആ ഒരു കഞ്ഞിപ്പാത്രം ഒരു തെളിവ് പോലെ തന്നെ അവിടെ കിടന്നു. മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവൾ അച്ഛനെ നോക്കിയിട്ടൊന്ന് പരിങ്ങി. അതച്ഛാ, എനിക്ക് പെട്ടെന്നൊരു വിശപ്പ് തോന്നിയപ്പോൾ എടുത്തു വെച്ചതാണ്. കഞ്ഞിയല്ലേ നല്ലത് എന്ന് കരുതി. വാക്കുകൾക്കിങ്ങനെ മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേദ പരമാവധി ശ്രമിച്ചു. ശങ്കരനാരായണൻ സംശയത്തോടെ മകളെ ഒന്ന് നോക്കി. എന്നും ചിട്ടയോടെ ഭക്ഷണം കഴിക്കുന്ന വേദ, അതും രാത്രിയുടെ ഈ ഒരു യാമത്തിൽ മുറിക്കുള്ളിലിരുന്ന് കഞ്ഞി കുടിക്കുന്നു. അദ്ദേഹത്തിന് അതത്ര വിശ്വാസയോഗ്യമായി തോന്നിയില്ല. അദ്ദേഹം മുറിയിലാകെന്ന് കണ്ണോടിച്ചു. ജനൽപ്പാളികളിലൂടെ വീശുന്ന ആ ഒരു കാറ്റ് സ്റ്റോർ റൂമിന്റെ മുറിയിലൂടെ ആ ഒരു വാതിലിലൂടെ ചെറുതായി ഒന്ന് ആടി. വേദയുടെ നെഞ്ചിരിപ്പ് കൂടി. അവിടെയാണ് വിക്രം ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നത്. വേദ, നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. നിന്റെ മുഖത്തൊരു വെപ്രാളം. ആ വിക്രം എവിടെയുണ്ടെന്ന് നിനക്ക് വല്ല അറിവുമുണ്ടോ? ശങ്കരനാരായണന്റെ സ്വരം ഗൗരവത്തിലായി. അച്ഛൻ എന്തൊക്കെയായി ചോദിക്കുന്നത്? എനിക്ക് അവനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, അവൾ കള്ളം പറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിലെ ഭയം കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ശങ്കരനാരായണൻ ആ ഫയലുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നടന്നു. ശരി, നീ ഉറങ്ങിക്കോ. പക്ഷേ ഒന്നോർത്തോ, നിയമത്തെ അധികകാലമൊന്നും തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം വാതിലടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് വേദയ്ക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. വിക്രം പതുക്കെ പുറത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. വേദ, ഇത് അപകടമാണ്. നിന്റെ അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോവും. ഞാൻ ഇവിടെ നിന്നും പോയേ തീരൂ എന്ന് പറയും. പറ്റില്ല വിക്രം, വേദ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. സത്യം തെളിയുന്നതുവരെ വിക്രം, നീ എന്റെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കുമെന്ന് പറയും. പുറത്ത് പോലീസും വാസവന്റെ ഗുണ്ടകളും നിന്നെ കാത്തിരിക്കാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരിക്കലും പുറത്തേക്ക് വിടില്ല എന്ന് പറയാണ് വേദ. അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രീകാന്ത് വീണ്ടും അവിടേക്ക് എത്തി. വേദയുടെ പെരുമാറ്റത്തിൽ എന്തോ തകരാറുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾ രഹസ്യമായി മുറ്റത്തെ പണിക്കാരെ ഓരോന്നോരോന്നായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലും അപരിചിതർ അകത്തേക്ക് പോകുന്നുണ്ടോ? വേദയുടെ മുറിയിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നൊക്കെ ചോദിക്കും. അതേസമയം വാസവൻ തന്റെ ഗുണ്ടകളുമായി വിക്രമിനെ കണ്ടെത്താനുള്ള അവസാന വട്ട ശ്രമത്തിലായിരുന്നു. അവർ ഓരോ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ അരിച്ചു പെറുക്കി. വിക്രമിന്റെ കാലിന് മുറിവേറ്റുണ്ട് എന്ന വിവരം വാസവൻ കിട്ടിയിരുന്നു. അവൻ അധികം ദൂരെയിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ അവൻ ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഓരോ വീടും പരിശോധിക്കണം, വാസവൻ ഗർജിച്ചു. വിക്രമിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന ഉറച്ച തീരുമാനത്തിലായിരിക്കും വാസവൻ. ഇതേ സമയം വേദയാണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷിക്കണമെന്ന ആ ഒരു ദൃഢനിശ്ചയത്തിലും. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് മാത്രമായിരിക്കട്ടെ വിക്രമിന്റെ ലക്ഷ്യം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ഇനി അടിപൊളി രംഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.